ദൈവത്തിന് നമുക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ഒരു രാവിലെ ഒരു പ്രഭാതത്തിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് എഴുന്നേറ്റ് ഇങ്ങനത്തെ ഒരു ക്ലാസ് ഒക്കെ കൂടാൻ അനുവദിച്ച നമ്മുടെ ദൈവത്തിന് നമുക്ക് നന്ദി പറയുന്നു ഈ അവസരത്തിൽ. പിന്നെ നമ്മുടെ ഈ പ്രസ്ഥാനം നമുക്ക് എല്ലാവർക്കും നൽകിയ നമ്മുടെ TCG സാറിനെയും ഒരു ഫാമിലിനെയും ഈ അവസരത്തിൽ ഞാൻ നന്ദിയോട് ഞാൻ ഓർക്കുന്നു. പിന്നെ നമ്മുടെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനെയും ഈ അവസരത്തിൽ ഞാൻ നന്ദിയോട് ഞാൻ ഓർക്കുന്നു. പിന്നെ നമ്മുടെ ഈ കോട്ടയത്തിന്റെ മെന്ററുമായിട്ടിരിക്കുന്ന നമ്മുടെ ഇപ്പം ഫിസിക്കൽ സൂം മീറ്റിംഗും ഒക്കെ ഇടയ്ക്ക് തന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബാബു സാറും ജെമിനി മാഡത്തെയും ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. പിന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വ്യക്തിത്വമാണ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോം എന്നും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്ലാറ്റിനം ലെവലിരിക്കുന്ന നമ്മുടെ റെജിമു സാറ്, അതുപോലെ നമ്മുടെ ഷാജി സാറ്, സിമി മാഡം, നമ്മുടെ ശ്രീലത ടീച്ചർ, എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ നന്ദിയോട് ഞാൻ ഓർക്കുന്നു. പിന്നെ മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ് എൻ്റെ അപ്ലൈനും എൻ്റെ സഹോദരനുമായ പ്രിൻസാറിനും ഫാമിലിനെയും ഈ അവസരത്തിൽ ഞാൻ നന്ദിയോട് ഞാൻ ഓർക്കുന്നു. പിന്നെ നമ്മുടെ എല്ലാവരുടെ മനസ്സിലെയും എന്നും ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ കൈപ്പിൽ ജോസാറ്. സ്റ്റാർ പേറിലാണ്. സാറിനെ ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥനയോട് ഞാൻ ഓർക്കുന്നു. ബീന മാഡത്തെയും ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ സ്നേഹത്തോട് ഞാൻ ഈ അവസരത്തിൽ ഞാൻ നന്ദിയോട് ഓർത്ത് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന വിഷയം എന്നു വെച്ചാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂട്രിചാർജ് സപ്ലിമെന്റിനെ കുറിച്ചാണ്. ഇപ്പൊ ന്യൂട്രിചാർജ് സപ്ലിമെന്റ് നമുക്ക് ഏറ്റവും എന്തോരം ആവശ്യമുള്ളത് നമ്മൾ ഓരോ ക്ലാസ്സിലും നമ്മൾ കേട്ടും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ ന്യൂട്രിചാർജിന്റെ പ്രൂവ് ആണ്. 2 ടൈപ്പാണ് ഉള്ളത്. സ്ട്രോബെറി പ്രൂവ് കൊക്കോ പ്രൂവ് ആണ്. പിന്നെ അതുപോലെ നമ്മുടെ ന്യൂട്രിചാർജ് കിഡ്സിന്റെ 2 ടൈപ്പ് ഉണ്ട്. അതും ചോക്ലേറ്റും ഉണ്ട്, മാംഗോ ഫ്ലേവർ ഉണ്ട്. ഇങ്ങനത്തെ 4 പ്രോഡക്റ്റ് ആണ് ഇന്ന് ഞാൻ പഠിച്ച് അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് നോക്കാം. പ്രോട്ടീൻ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ പ്രോട്ടീൻ ഏറ്റവും അത്യാവശ്യമുള്ള ഘടകങ്ങളാണ്. പക്ഷെ പണ്ടൊക്കെ നമ്മൾ ഓർത്തുകൊണ്ടിരുന്നത്, നമ്മൾ ആർസിമ്പിൾ വരുന്നതിന് മുമ്പ് നമ്മൾ പ്രോട്ടീൻ കഴിക്കാൻ പറഞ്ഞെങ്കിൽ നമ്മൾ എന്നാ പറയുന്നത്, അത് ജിമ്മിന് പോകുന്ന ആൾക്കാർക്കൊക്കെ അല്ലേ പ്രോട്ടീൻ, നമുക്ക് എന്നാ പ്രോട്ടീൻ എന്നൊക്കെയായിരുന്നു നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ആർസിമിക് മഹാപ്രസ്ഥാനത്തിൽ വന്നപ്പോഴാണ് പ്രോട്ടീന്റെ കാര്യം ഇത്രയും പ്രാധാന്യമുള്ളത് നമ്മൾ അറിയുന്നത്. അത് നമ്മൾ കെട്ടിടത്തിന്റെ ഒരു കല്ല് എത്രയും പ്രാധാന്യമുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും അതിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടും ഏറ്റവും അത്യാവശ്യമുള്ള ഘടകമാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ ഇല്ലാതെ നമുക്ക് ശരീരമില്ല. അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും പ്രോട്ടീൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് നമ്മുടെ ശരീരത്തെ ബ്ലഡ്, ബോൺസ്, മസില്, നമ്മുടെ തലമുടി പോലും മുഴുവൻ പ്രോട്ടീനാണ്. അതുപോലെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും മുഴുവൻ പ്രോട്ടീനാണ്. ഈ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ കുറവ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഒരു 70% നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പം ഇത്രയും പ്രോട്ടീൻ നമുക്ക് ആവശ്യമായിട്ടുള്ള അളവ്, അല്ലെങ്കിൽ റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് എന്ന് പറയും. അപ്പം അവര് നമുക്ക് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ ഒരു പ്രധാനപ്പെട്ട 7 ന്യൂട്രിയൻസ് ആണ് പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ് നമ്മുടെ ഭക്ഷണത്തിൽ വേണ്ട ന്യൂട്രിയൻസ്. അത് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കിയാൽ, ഒന്നാമത്തത് പ്രോട്ടീന്, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ, പിന്നെ കാർബോഹൈഡ്രേറ്റ്സ്, വാട്ടർ. ഇപ്പം നമ്മൾ സാധാരണ ഭക്ഷണത്തിലൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഉള്ളത് കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റും, പിന്നെ നമ്മൾ അത് ദഹിക്കാൻ വേണ്ടി വെള്ളം കുടിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഈ മറ്റ് ഘടകങ്ങളായ പ്രോട്ടീൻ, വിറ്റമിൻ, മിനറൽസ്, ഫൈബറിനെ പറ്റി നമ്മൾക്ക് കൂടുതൽ നമ്മൾ ശ്രദ്ധ വരുത്തുന്നില്ല. പക്ഷെ അതിന്റെ കുറവ് മുഖേനയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്നത്തെ നമ്മുടെ ലോകത്തിൽ നമുക്ക് കൂടുതൽ അസുഖങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. അപ്പൊ ഇതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള അളവോട് വേണം. അത് വാട്ടർ, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, പ്രോട്ടീൻ, ഇതെല്ലാം ശരിയായ അളവിൽ ഇരുന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ഇത് RD, റെക്കമെൻഡ് ഡയറ്ററി അലവൻസ് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പ്രോട്ടീൻ അല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പൊ ആ പ്രോട്ടീനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ ഒരു നോർമലായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാള് ഒരു കിലോ തൂക്കത്തിന് 1 ഗ്രാം പ്രോട്ടീൻ ആണ് കഴിക്കേണ്ടത്. അപ്പൊ അതുപോലെ ഒരു സാധാരണ ഒരു 60 kg ഉള്ള ആള് 60 ഗ്രാം പ്രോട്ടീനാണ് കഴിക്കേണ്ടത്.
അതുപോലെ ഇച്ചിരി ഒരു മീഡിയം ഒരു ഡെവലപ്പിംഗ് ചൈൽഡ് വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ 20 kg തൂക്കമുള്ള ഒരു കുഞ്ഞാണെങ്കിൽ അപ്പോൾ അവർക്ക് കഴിക്കേണ്ടത് 40 ഗ്രാം പ്രോട്ടീനാണ് അവർ കഴിക്കേണ്ടത്. പിന്നെ ഒരു ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർ, അപ്പൊ അവർക്കൊക്കെ ആകുമ്പം ഒരു 60 kg 120 ഗ്രാം പ്രോട്ടീൻ്റെ അളവ് ഓരോ വ്യക്തികളും കഴിക്കേണ്ടത്. ഇപ്പൊ പ്രോട്ടീൻ നമ്മൾ ഭക്ഷണത്തിൽ പണ്ടൊക്കെ നമ്മൾ നമ്മളിപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ തന്നെ ഒരു ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് ഏതൊക്കെ ആയിരിക്കും കഴിക്കും. നമ്മൾ ഇഡ്ഡലി, പുട്ട് ഇതൊക്കെ കഴിക്കും. അതിന്റെ കൂട്ടത്തിൽ ചിലപ്പം ദാൽ കറി, സാമ്പാർ അങ്ങനെ ഇതൊക്കെ കഴിക്കും. പിന്നെ കടല ഇതൊക്കെ കഴിക്കുമ്പം അത് നമുക്ക് കുറച്ച് അളവുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പം നമ്മൾ കഴിക്കുവാണെങ്കിൽ നമ്മൾ അത് കഴിക്കത്തില്ല. തലമുടി പൊഴിച്ചിട്ട് കൂടുതലുണ്ടാകുന്നു, കണ്ണിന്റെ കാഴ്ചശക്തി കുറവാകും. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഉറക്കക്കുറവ്, അവർക്ക് ഉറക്കക്കുറവ്. അപ്പൊ അതുപോലെ പിന്നെ അവരുടെ നഖങ്ങളൊക്കെ നേരത്തെ പൊട്ടും. പിന്നെ നഖത്തിന്റെ മുകൾ ഭാഗമൊക്കെ ഭയങ്കര റഫായിട്ടിരിക്കും, ഉറക്കം ഉണ്ടാകുന്നു. അപ്പോൾ പ്രായമാകുന്നവർക്കൊക്കെ അവർ ചിലപ്പോൾ കൂനിയൊക്കെ ഇരിക്കുന്നതിന്റെ അതൊക്കെ പ്രോട്ടീന്റെ കുറവുണ്ടാവും. പിന്നെ ഇത് നമ്മൾ 35 വയസ്സിന് മുകളിൽ പോയിട്ടൊക്കെ ആകുമ്പോൾ ഒരു 1% എപ്പോഴും ശരീരത്തിൽ മസിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പ്രോട്ടീൻ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത്. അപ്പം നമ്മൾ നല്ല ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് RCM എന്ന പ്രസ്ഥാനം നമുക്ക് തന്നിരിക്കുന്നത്, ന്യൂട്രിചാർജ് പ്രോഡക്റ്റ്. നമ്മൾ ന്യൂട്രിചാർജ് പ്രോഡക്റ്റ് ഒരു ഒരു വലിയ പാക്കറ്റാണ് പാക്ക്. അതിൽ ഒരു കുഞ്ഞു സാഷേ ഉണ്ട്, 15 ചെറിയ സാഷയാണ് അതിൻ്റെ അകത്ത് ഉള്ളത്. അതിൻ്റെ അകത്ത് മൊത്തമുള്ള കടങ്ങൾ നമുക്ക് കണ്ടന്റ് എന്നതൊക്കെയാന്ന് വെച്ചാൽ ഇതിൽ 74% വേഗൻ പ്രോട്ടീൻ ആണ്. അത് പ്യുവർ ക്വാളിറ്റി, ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ ആണ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത്. പിന്നെ ഈ ചെറിയ സാഷേ 15 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു സാഷയിലും 20 ഗ്രാം പൗഡറാണ് ഉള്ളത്. അപ്പൊ 20 ഗ്രാം പൗഡർ എന്ന് വെച്ചാൽ 15 ഗ്രാം പ്രോട്ടീനും 5 ഗ്രാം ഫൈബറും ആണ് ഒരു ചെറിയ പാക്കറ്റിൻ്റെ അകത്ത് ഉള്ളത്. ഇനി ഇതിൻ്റെ അകത്ത് 15 ഗ്രാം പ്രോട്ടീൻ എന്ന് പറഞ്ഞു. 15 ഗ്രാം പ്രോട്ടീൻ്റെ കൂട്ടത്തിൽ ഫൈബർ എങ്ങനെയാന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് പ്രീബയോട്ടിക് ഫൈബർ ആണ് ഉള്ളത്. പ്രീബയോട്ടിക് ഫൈബർ ദഹന ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഘടകമാണ്. അത് ഈ പ്രീബയോട്ടിക് ഫൈബർ അത് നമ്മുടെ വയറ്റിൽ കുടലിൻ്റെ അകത്ത് പ്രോബയോട്ടിക് ബാക്ടീരിയ ഉണ്ട്. ഈ പ്രോബയോട്ടിക് ബാക്ടീരിയയുടെ ഭക്ഷണമാണ് ഈ പ്രീബയോട്ടിക് ഫൈബർ. അപ്പം പ്രോട്ടീൻ നല്ല ശരിക്കും നമ്മുടെ ശരീരത്തിൽ നല്ല ഡൈജസ്റ്റ് ആവുകയും അതുപോലെ ശരീരത്തോട്ട് കൂടുതൽ അബ്സോർപ്ഷനും നടക്കും. അപ്പൊ അതാണ് ഈ നമ്മുടെ പ്രോബയോട്ടിക് ഫൈബറിന്റെ ഗുണം. നമ്മുടെ ആദ്യം ഈ പ്രസ്ഥാനത്ത് മാത്രമേ ഉള്ളൂ ഈ പ്രീബയോട്ടിക് ഫൈബർ ഉള്ളൂ. അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണേ. പിന്നെ നമുക്ക് ഇത് ഗട്ടിന്റെ ഹെൽത്ത് കൂടാൻ സഹായിക്കുന്നു നമ്മുടെ ഈ പ്രീബയോട്ടിക് ഫൈബർ. പിന്നെ ഇത് ഈ പ്രോട്ടീൻ വന്ന് ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഹൈ ക്വാളിറ്റി സോയ പ്രോട്ടീൻ. അത് ഹൈ ക്വാളിറ്റി എന്ന് വെച്ചാൽ എന്നതാ, നോൺ GMO, നോൺ ജനറ്റിക്കൽ മോഡിഫൈഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഇതില്ലാതെ നാച്ചുറൽ ആയിട്ട് ഉള്ള രീതിയിൽ ഉണ്ടായ നല്ല പ്രതിരോധ ശക്തി, നല്ല കരുത്തുള്ള സോയാബീനിന്ന് എടുത്തിരിക്കുന്ന ഒരു സോയ പ്രോട്ടീൻ ആണ് ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ. ഇത് വേഗൻ ആണ്, പ്ലാന്റ് ബേസ്ഡ് ആണ്. അപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഒരു 10 ഗ്രാം സോയാബീൻ നിന്നാണ് 1 ഗ്രാം പ്രോട്ടീൻ നമ്മൾ എടുക്കുന്നത്.
അപ്പൊ ആ 1 ഗ്രാം പ്രോട്ടീൻ ആണ് നമ്മൾ പറയുന്നത് ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ നമ്മൾ പറയുന്നത്. പിന്നെ ഇതിന്റെ പി ഡി എക്സ് വാല്യൂ 1 എന്നാണ് പറഞ്ഞത്. അത് പി ഡി എക്സ് വാല്യൂ 1 എന്ന് വെച്ചാൽ പ്രോട്ടീൻ ഡൈജസ്റ്റബിലിറ്റി കറക്റ്റഡ് അമിനോ ആസിഡ് സ്കോർ 1 ആണ്. ആ ഒരു രീതിയിലാണ് നമ്മുടെ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അതായത് പ്രോട്ടീൻ ശരിക്കും ഫുള്ളായിട്ട് നമ്മൾ എത്ര മാത്രം കഴിക്കുന്നു ആ കറക്റ്റ് അളവ് നമ്മുടെ ശരീരത്തോട്ട് അബ്സോർബ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഫുൾ റിസൾട്ട് നമുക്ക് കിട്ടും. ഒരു 6 വയസ്സുള്ള കുഞ്ഞും ഒരു 60 വയസ്സായിട്ടുള്ള ഒരു വ്യക്തിയും ഇത് കഴിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ ആ ഫുള്ളായിട്ട് നമ്മൾ കഴിക്കുന്ന അത്ര അളവ് പ്രോട്ടീൻ ശരീരത്തോട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന നല്ല ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള പ്രോട്ടീനും ഫൈബറും ആണ് നമ്മുടെ ആർസിമിലുള്ള പ്രോട്ടീൻ പൗഡർ. അതാണ് പീഡിയാക് 1 വാല്യൂ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ആർസിമിലുള്ള 2 പ്രോഡൈറ്റ് ആണ് ഉള്ളത്. 2 പ്രോഡൈറ്റ് കൊക്കോ പ്രോഡൈറ്റ് ഉണ്ട്, സ്ട്രോബെറി പ്രോഡൈറ്റ് ഉണ്ട്. ഇതിന്റെ ഈ കൊക്കോ പ്രോഡൈറ്റ് എന്ന് വെച്ച് പറയുമ്പോൾ നമ്മൾ കൊക്കോ പ്രോഡൈറ്റ് എവിടെ കൊക്കോ ആണ് കൂടുതൽ ചേർത്തിരിക്കുന്നത്. കൊക്കോ പ്രോഡൈറ്റിനകത്ത് കൊക്കോ ഇതിൽ എവിടെ നിന്ന് കിട്ടുന്നത്? ഹൈ ക്വാളിറ്റി കൊക്കോ. ഇത് ബെൽജിയം എന്ന സ്ഥലത്തു നിന്നാണ് ഇത് കൊണ്ടുവരുന്നത്. ഇത് HDL കൂട്ടി LDL കുറയ്ക്കാനും സഹായിക്കുന്നു. ഇത് പവർഫുൾ ആന്റി ഓക്സിഡന്റ് കൂടുതലുണ്ട്. പിന്നെ ഹാർട്ട് ഡിസീസ്, നമ്മൾ HDL കൂടുതൽ കുറയ്ക്കുന്ന ഹാർട്ട് ഡിസീസ് ഒക്കെ കുറയുമല്ലോ. ഹാർട്ട് ഡിസീസിനെ കുറയ്ക്കാനും പിന്നെ ഡയബറ്റിക്സിന് നോർമൽ ആക്കാനും സഹായിക്കുന്നു. പിന്നെ അതുപോലെ ഫാറ്റ്, നമ്മുടെ ശരീരത്തിന്റെ കൊഴുപ്പ് ഒക്കെ നീക്കം കളയാൻ സഹായിക്കുന്നു. ശരീരത്തിൽ പൊണ്ണത്തടിയൊക്കെ കുറയാനും ഒക്കെ സഹായിക്കുന്നു. ഇതാണ് നമ്മുടെ കൊക്കോ പ്രോഡൈറ്റിലുള്ള ഗുണങ്ങൾ. ഇത് നമ്മുടെ സ്ട്രോബെറി പ്രോഡൈറ്റ്. ഇതിൻ്റെ അകത്ത് ഫുള്ളൊന്ന് സ്ട്രോബെറി ആണ് ചേർത്തിരിക്കുന്നത്. സ്ട്രോബെറി എവിടെ നിന്ന് വരുന്നത്? ഫ്രാൻസ് സ്ഥലത്തു നിന്നാണ് ഈ സ്ട്രോബെറി വാങ്ങിയിരിക്കുന്നത്. ഇത് സ്ട്രോബെറി പ്രോഡൈറ്റിന്റെ ഗുണം, സ്ട്രോബെറി ഹീമോഗ്ലോബിൻ ശരീരത്തിൽ നമ്മുടെ സ്ത്രീകൾക്ക് കൂടുതൽ ബ്ലഡ് ലോസ് ആകുന്നതുകൊണ്ട് അവർക്ക് ഹീമോഗ്ലോബിൻ ലെവൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു സ്ട്രോബെറി. അപ്പോൾ സ്കിന്നിന്റെ ടെക്സ്ചർ ഒക്കെ കൂടുതൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇതിൻ്റെ അകത്ത് വിറ്റമിൻ സി കൂടുതലുണ്ട്. പിന്നെ ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇതാണ് നമ്മൾ സ്ട്രോബെറിയുടെ ഗുണങ്ങൾ. പിന്നെ ഇത് രണ്ടിലും ഇതുള്ള ഒരു ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഷുഗർ പ്രത്യേകിച്ച് ഇല്ല. പിന്നെ അതുപോലെ കൊളസ്ട്രോൾ ഇതിൻ്റെ അകത്ത് തീർത്തും ഇല്ല. ഇതൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ എന്തോരാണ് ഒരാൾ നമ്മൾ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ദിവസം വെച്ചാൽ ഒരു സാഷി കുറഞ്ഞത് 1, മിനിമം നമ്മൾ കഴിക്കുന്നത് 2 സാഷിയാണ് രാവിലെയും വൈകുന്നേരവുമായിട്ട് നമ്മൾ കഴിക്കേണ്ടത്. അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും കഴിക്കണം. അപ്പൊ ഇപ്പൊ ഈ ദോക്ക പാക്കിൽ ഇരിക്കുന്നത് 15 എണ്ണായിരിക്കുന്നത്. അപ്പൊ 15 ദിവസം വരും ഒരെണ്ണം വെച്ച് കഴിച്ചെങ്കിൽ. ഇപ്പം 2 വിധം കഴിക്കുവാണെങ്കിൽ 7 ദിവസമൊക്കെ ഉള്ളു വരത്തുള്ളൂ. പക്ഷെ ഒരാൾ കഴിക്കുന്നത് 2 തൂക്ക പാക്കാണ് നമ്മൾ കഴിക്കേണ്ടത്. ഇത് ആർക്കൊക്കെ കഴിക്കാന്ന് വെച്ചാൽ എല്ലാ മെൻ ആൻഡ് വുമൻ 2 പേർക്കും കഴിക്കാവുന്നതാണ്. ഈ പ്രായത്തിലെന്ന് വെച്ചാൽ 14 വയസ്സിന് മുകളിലോട്ടുള്ള പുരുഷന്മാരും സ്ത്രീകൾക്കും കഴിക്കാം. പിന്നെ ഇത് കഴിക്കാൻ പാടില്ലാത്ത ആൾക്കാർ കുറച്ച് പേരുണ്ട്. അത് യൂറിക് ആസിഡ് കൂടുതലുള്ളവർക്ക്, പിന്നെ അതുപോലെ തൈറോയിഡ് പ്രശ്നങ്ങൾക്ക് കൂടുതലുള്ളവർ, പിന്നെ കൂടുതൽ ദീർഘകാലം മെഡിക്കേഷനൊക്കെ എടുക്കുന്നവർ ഒരു ഡോക്ടറുടെ കൺസൾട്ട് ചെയ്തിട്ട് കഴിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഇത് എങ്ങനെ കഴിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ്, അതായത് 200 ഗ്രാം ചൂടുവെള്ളത്തിൻ്റെ അകത്തോ ഇല്ല പാലിൻ്റെ അകത്തോ ഒരു സ്കൂപ്പ് ഉണ്ട്. ഒരു സാഷേ അല്ല, ആ ഒരു സാഷേ ഫുള്ളായിട്ട് എടുത്ത് പൊടിച്ച് മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് വേണമെങ്കിൽ 2 ഈന്തപ്പഴമോ കുറച്ച് നട്ട്സ് ഒക്കെ കുതിർത്ത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇതെല്ലാം ഒന്നിച്ച് മിക്സ് ആക്കി ഒരു സ്മൂത്തി പോലെ ആക്കിയിട്ട് നമുക്ക് ഇത് കഴിക്കാം. നമ്മൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ന്യൂട്രിചാർജ് പ്രോഡൈറ്റ് കഴിക്കുമ്പം ഇത് പ്രോട്ടീൻ ആണ്. ഇതിന്റെ കൂടെ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ വേണം, വിറ്റമിൻസ് മിനറൽസ് ഒക്കെ വേണ്ടിയതാണ്. ഇപ്പൊ അത് കിട്ടുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ന്യൂട്രിചാർജ് മെന്നുണ്ട്, ന്യൂട്രിചാർജ് വുമനുണ്ട്. അത് ഇതിന്റെ കൂടെ പ്രത്യേകം കഴിക്കാൻ ശ്രദ്ധിക്കണം. അതിനോടുകൂടി നമുക്ക് ഈ PVMF കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഒമേഗയുടെ കഴിക്കണം. ഇതെല്ലാം
കൂടി കഴിക്കുമ്പോൾ നമ്മൾ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ബോഡിയാണ് നമുക്ക് ശരീരത്തിലും ഉണ്ടാകുന്നത്. പിന്നെ ഈ പ്രോട്ടീൻ ഒക്കെ കഴിച്ചെങ്കിൽ കിട്ടാവുന്ന ബെനിഫിറ്റ്സ് ഏതൊക്കെയാ നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിൽ നല്ല സ്ട്രെങ്ത് നമുക്ക് കിട്ടും, നല്ല മസിൽ ഒക്കെ ഉണ്ടാകാൻ നമ്മുടെ പ്രോട്ടീൻ പ്രോഡക്റ്റ് സഹായിക്കുന്നു. പിന്നെ അതുപോലെ ഹാർട്ടിന്റെ ഹെൽത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. പിന്നെ US FDA ഫുഡ് ഡയറ്ററി അലൗൺസ് പറയുന്നത് ഒരു 25 ഗ്രാം നമ്മുടെ ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ കഴിച്ചെങ്കിൽ 12% ബ്ലഡിന്റെ കൊളസ്ട്രോൾ കുറയാൻ സഹായിക്കുന്നു പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. അതുപോലെ അടുത്ത എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ തലമുടി നല്ല ആരോഗ്യത്തോടെ വളരാനും നെയിൽ നല്ല ഹെൽത്തി ആകാനും പിന്നെ സ്കിന്നിന് നല്ല തിളക്കം വർദ്ധിപ്പിക്കാനും പിന്നെ പ്രായം കൂടുതൽ പെട്ടെന്ന് വരാതിരിക്കാനും സഹായിക്കുന്നു നമ്മുടെ പ്രോട്ടീൻ. പിന്നെ അതുപോലെ നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത കൊഴുപ്പുകൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. പിന്നെ ഇതൊരു എക്സലന്റ് സപ്ലിമെന്റ് ആണ് ഈ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക്. അപ്പൊ അവരുടെ മസിൽ നല്ല സ്ട്രെങ്ത് ആകാനും ശരീരത്തിന്റെ ഗ്ലൂക്കോസ് ലെവൽ ശരിക്കും അബ്സോർബ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു നമ്മുടെ പ്രോട്ടീൻ. പിന്നെ ആണ് ഇത് കൂടുതൽ ആൽക്കലൈൻ ആണ് നമ്മുടെ പ്രോട്ടീൻ പൗഡർ. അപ്പൊ അതുകൊണ്ട് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും, പെട്ടെന്ന് കൂടെ ഉള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ സഹായിക്കും. ഇതാണ് നമ്മുടെ ഈ പ്രോട്ടീന്റെ ഗുണങ്ങൾ. ഇനി ഞാനിത് പറയാൻ പോകുന്നത് നമ്മുടെ ന്യൂട്രിചാർജ് കിഡ്സിനെ കുറിച്ച്. നമ്മൾ മുതിർന്നവരൊക്കെ അവർക്ക് ഫുഡ് സപ്ലിമെന്റ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഫുഡ് സപ്ലിമെന്റ് നമ്മൾ പ്രോട്ടീൻ പൗഡർ എടുക്കാൻ പറ്റും. പക്ഷെ കുട്ടികൾക്ക് അവർക്ക് ഈ നമ്മുടെ ന്യൂട്രിചാർജ് സപ്ലിമെന്റ് ആയിട്ട് മറ്റേ ക്യാപ്സ്യൂൾ പോലത്തെ രൂപത്തിലുള്ള അങ്ങനത്തെ ഇത് കഴിഞ്ഞ് അവർക്ക് കഴിക്കാൻ പറ്റും. അവർക്ക് മടിയായിരിക്കും, അവർ കഴിക്കത്തില്ല. പക്ഷെ അവർക്ക് ഏറ്റവും നല്ല സപ്ലിമെന്റ് ആണ് നമ്മുടെ ന്യൂട്രിചാർജ് കിഡ്സ്. ഇതിൻ്റെ അകത്ത് മൾട്ടി വിറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫൈബർ ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടി ഒരു പൗഡർ ഫോം ആയിട്ട് ഇരിക്കുന്നതാണ് നമ്മൾ ന്യൂട്രിചാർജ് കിഡ്സ്. അതായത് PVMF എന്ന് ഷോർട്ടായിട്ട് നമ്മൾ പറയും. ഇത് ഒരു ഹെൽത്ത് സപ്ലിമെന്റ് ആണ് കുട്ടികൾക്ക്. ഇത് 2 ഫ്ലേവറിലായിട്ടാണ് ഇരിക്കുന്നത്. ഒന്ന് ചോക്ലേറ്റ് ഫ്ലേവറുണ്ട്, മാംഗോ ഫ്ലേവറും ഉണ്ട്. ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്താണെന്ന് വെച്ചാൽ 49 വൈറ്റൽ ന്യൂട്രിയൻസ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. വൈറ്റൽ ന്യൂട്രിയൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കിയെങ്കിൽ 10 ബൊട്ടാനിക്കൽസ്, അത് ആയുർവേദ ഘടകങ്ങളാണ് 10 ബൊട്ടാനിക്കൽസ്, 3 അമിനോ ആസിഡ് ഉണ്ട്, 28 വൈറ്റമിൻസും മിനറൽസും ഉണ്ട്, പിന്നെ 3 ഫൈബർ, അതായത് സോയ പ്രോട്ടീൻ ഉണ്ട്, വേ പ്രോട്ടീൻ ഉണ്ട്, മിൽക്ക് പ്രോട്ടീൻ, ഇങ്ങനെ 3 പ്രോട്ടീൻ ഉണ്ട്, പിന്നെ 3 ഫൈബർ ഉണ്ട്, പിന്നെ 5 മാക്രോ മോളിക്യൂൾസ് ഉണ്ട്. അത് ഇൻക്ലൂഡിങ് DH കുറച്ച് ചെറിയ തോതിലും ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ പ്രോട്ടീൻ, പിന്നെ 2 അമിനോ ആസിഡ്, പിന്നെ 4 പ്രീബയോട്ടിക്സും ഇതുണ്ട്. ഇങ്ങനെ 49 വൈറ്റൽ ന്യൂട്രിയൻസ് ആണ് നമ്മുടെ ന്യൂട്രിചാർജ് കിഡ്സിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത്. ന്യൂട്രിചാർജ് കിഡ്സിന്റെ ഇത് നമ്മൾ ആ പാക്ക് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കിഡ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്, കിഡ്സിന് മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയാ വിചാരിക്കും. പക്ഷെ ഇത് ആ കിഡ്സിന് ആ പേരിൽ ഉള്ള നമുക്കൊരു കിഡ്സിന് വേണ്ടി ആവശ്യമായിട്ട് എല്ലാ കണ്ടന്റും ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും നമ്മൾ ന്യൂട്രിചാർജ് കിഡ്സിൻ്റെ അകത്തുണ്ട്. നമ്മൾ ഇത് കുറച്ച് നമുക്ക് ഈ കിഡ്സിന്റെ അബ്രിവേഷൻ നമുക്ക് നോക്കിയെങ്കിൽ K സ്റ്റാൻഡ്സ് ഫോർ നോളജ്. ഇത് ഒരു കുട്ടികൾക്ക് പഠനത്തിന്റെ നല്ല മികവൊക്കെ ഉണ്ടാകണമെങ്കിൽ അവർക്ക് നോളജ് വേണം. അവർക്ക് ആ മെമ്മറി IQ കൂടുതൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇതിൻ്റെ ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിന് സഹായിക്കുന്നു. അത് ചിറ്റമൃതം എന്ന് പറഞ്ഞൊരു കണ്ടന്റാണ് ഇതിൽ ഉള്ളത്. അത് IQ ലെവൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അതുപോലെ കോളിൻ, DHA ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ നോളജ് വർദ്ധിപ്പിക്കാൻ, IQ ലെവൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അത് പിന്നെ കിഡ്സിന്റെ അടുത്ത വേർഡാണ് I വന്ന് ഇമ്മ്യൂണിറ്റി പവർ. കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടെ ജലദോഷമൊക്കെ കുട്ടികൾ ഒന്ന് സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ തൊട്ട് അവർക്ക് പ്രതിരോധ ശക്തി കുറവായതുകൊണ്ട് പെട്ടെന്ന് കൂടുതൽ രോഗങ്ങൾ വരുന്നു. പനി, ജലദോഷം അങ്ങനെയൊക്കെ. ഇത് വരാതിരിക്കാൻ അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളൊക്കെ നമ്മുടെ ന്യൂട്രിചാർജ് കിഡ്സിൻ്റെ അകത്തുണ്ട്. പിന്നെ D സ്റ്റാൻഡ്സ് ഫോർ ബോഡി ഡെവലപ്മെന്റ്, മസിൽ ഡെവലപ്മെന്റ് ആകാൻ വേണ്ടിയിട്ട് അവർക്ക് ശരീരത്തിന് ആവശ്യമായിട്ട് പ്രായത്തിനനുസരിച്ചായിട്ടുള്ള ഹൈറ്റും വെയിറ്റും കിട്ടാൻ വേണ്ടി നമുക്കുള്ള ഘടകങ്ങൾ നമ്മുടെ ന്യൂട്രിചാർജ് കിഡ്സിൻ്റെ അകത്തുണ്ട്. അതുപോലെ അവരുടെ എനർജി ലെവൽ കൂട്ടാനും സഹായിക്കുന്നു. ഘടകങ്ങൾ നമ്മുടെ ന്യൂട്രിചാർജ് കിഡ്സിൻ്റെ അകത്ത് ഉണ്ട്.
പിന്നെ എസ് എന്നാ കിഡ്സിന്റെ അടുത്ത വേർഡാണ് എസ്. എസ് സ്റ്റാൻഡ്സ് ഫോർ സ്ട്രെങ്ത് ആൻഡ് സ്റ്റാമിന. അവർക്ക് നല്ല സ്റ്റാമിന, നല്ല എനർജി ആയിട്ട് അവർക്ക് ഇരിക്കും. സ്ട്രെങ്ത് ആൻഡ് സ്റ്റാമിന അവർക്ക് കിട്ടും. അപ്പൊ ഇങ്ങനത്തെ ഘടകങ്ങളൊക്കെ നമ്മൾ ന്യൂട്രിചാർജ് കിഡ്സിന്റെ അകത്തുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഈ കിഡ്സ് കഴിക്കാവുന്ന ഏത് പ്രായത്തിൽ വെച്ച് 2 വയസ്സ് ഓൺവേർഡ്സ് ഉള്ള കുട്ടികൾക്ക് ഇത് കഴിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ന്യൂട്രിചാർജ് കിഡ്സ്. ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട അടങ്ങിയത് 3 പ്രോട്ടീൻ ഞാൻ പറഞ്ഞല്ലോ. ഈ 3 പ്രോട്ടീൻ, സോയ പ്രോട്ടീൻ ഉണ്ട്, വേ പ്രോട്ടീൻ ഉണ്ട്, മിൽക്ക് പ്രോട്ടീൻ. ഇതെല്ലാം ഓവറോൾ ഹെൽത്തിന്, ശരീരത്തിന്റെ ഓവറോൾ ഹെൽത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോട്ടീനാണ് ഈ 3 പ്രോട്ടീൻ. നമ്മൾ സോയ പ്രോട്ടീന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഫിസിക്കലായിട്ടുള്ള ഡെവലപ്മെന്റ്, അവർക്ക് ഹൈറ്റും വെയിറ്റും പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടി സഹായിക്കുന്നു. വേ പ്രോട്ടീന്റെ പ്രത്യേകത വെച്ചാൽ നല്ല മസിൽ ഉണ്ടാകാൻ, നല്ല ആക്റ്റീവായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി സഹായിക്കുന്നു വേ പ്രോട്ടീൻ. മിൽക്ക് പ്രോട്ടീൻ ഒന്ന് പ്രതിരോധ ശക്തി, അവർക്ക് നല്ല പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഘടകമാണ് നമ്മുടെ മിൽക്ക് പ്രോട്ടീൻ. ഇത് ഇത്രയൊക്കെയാണ് ഇതിലോട്ടുള്ളത്. ഈ ന്യൂട്രീഷന്റെ ബെനിഫിറ്റ്സ് എന്നതൊക്കെയാണ് നമുക്ക് നോക്കിയെങ്കിൽ, ഒന്നാമത്തെ അവർക്ക് മെന്റൽ ഡെവലപ്മെന്റ് കൂടുതൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഈ ഘടകങ്ങൾ ഉള്ള ഈ ന്യൂട്രിചാർജ് കിഡ്സ് ഉപയോഗിക്കും. അതായത് ന്യൂട്രിചാർജ് കിഡ്സിൻ്റെ അകത്ത് ചെറിയ DHA ഉണ്ടല്ലോ. ആ DHA എന്ന് വെച്ചാൽ ഡോക്ക ഹെക്സോളിക് ആസിഡ് എന്നാണ് പറയുന്നത്. അത് ചെറിയൊരു എമൗണ്ടിൽ ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ DHA 200 കൊടുക്കുവാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അവർക്ക് നല്ല IQ ലെവലൊക്കെ കൂടുതൽ വർദ്ധിക്കാൻ സഹായിക്കും. പിന്നെ DHA ഉണ്ട്, പിന്നെ കോളിൻ ഉണ്ട്, ചിറ്റമൃത്ത്, അത് IQ ലെവൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ അവർക്ക് ശരീരത്തിന് ആവശ്യമായ മിനറൽസ്, വൈറ്റമിൻസും ഉണ്ട്. അതായത് അയൺ ഉണ്ട്, മഗ്നീഷ്യം, കോപ്പർ, ബി കോംപ്ലക്സ്, പിന്നെ വിറ്റമിൻ സി, അയോഡിൻ, ഇങ്ങനത്തെ വിറ്റമിൻസും മിനറൽസും ഇതിന്റെ കൂട്ടത്തിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിന് അടുത്ത നമുക്ക് ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് മെന്റൽ ഡെവലപ്മെന്റ്, പിന്നെ രണ്ടാമത്തെ ഒന്ന് ബൂസ്റ്റ് ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്നു കുഞ്ഞുങ്ങൾക്ക്. അതിൻ്റെ ഉള്ള ഘടകങ്ങൾ ഏതൊക്കെയാന്ന് വെച്ചാൽ, വൈറ്റമിൻ എ ഉണ്ട്, സി ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്, പിന്നെ അവർക്ക് വേണ്ടി ഘടകങ്ങളായിട്ട് സിങ്ക് ഉണ്ട് ഇതിൻ്റെ അകത്ത്, പിന്നെ ലൈസീൻ ഉണ്ട്, കോപ്പർ ഉണ്ട്, സെലീനിയം ഉണ്ട്. ഇങ്ങനത്തെ ഘടകങ്ങളൊക്കെ നമ്മൾ അവരുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. പിന്നെ മൂന്നാമത്തെ ഗുണം എന്ന് വെച്ചാൽ ഫിസിക്കലായിട്ടൊരു ഗ്രോത്ത്, പ്രോപ്പർ ആയിട്ടുള്ള ഗ്രോത്ത്, അവർക്ക് പ്രായത്തിനനുസരിച്ചുമായിട്ടുള്ള ഹൈറ്റും വെയിറ്റും കിട്ടാനുള്ള ഘടകങ്ങളൊക്കെ ഏതൊക്കെയാന്ന് വെച്ചാൽ, മഗ്നീഷ്യം ഉണ്ട്, മഗ്നീഷ്യം, കാൽഷ്യം ഉണ്ട്, ക്രോമിയം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, പിന്നെ വിറ്റമിൻ ഡി ഉണ്ട്. ഈ നമ്മുടെ കാൽഷ്യം, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, വിറ്റമിൻ ഡി, ഇതെല്ലാം നമ്മുടെ എല്ലിന്റെ ശക്തി വർദ്ധിപ്പിക്കാനും അത് പ്രോപ്പറായിട്ട് എല്ല് വളരാൻ വേണ്ടി സഹായിക്കുന്ന ഘടകമാണ് ഈ കാൽഷ്യം, ഫോസ്ഫറസ്, പ്രോട്ടീന്, വിറ്റമിൻ ഡി ഒക്കെ. അപ്പം പ്രായത്തിന്റെ അനുസരിച്ചായിട്ട് ഹൈറ്റും വെയിറ്റും കിട്ടും. നമ്മൾ സാധാരണ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് ചിലപ്പം അവർക്ക് കൂടുതൽ ഷുഗർ ഒക്കെ ഇട്ട് അവർക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കൂടുതൽ ഷുഗർ ഒക്കെ കണ്ടന്റ് ഉള്ള സാധനങ്ങളൊക്കെ, പ്രോട്ടീൻ പൗഡർ ഇട്ട് മാർക്കറ്റിലൊക്കെ നമുക്ക് കൂടുതൽ പ്രോട്ടീൻ കാലം കൂടുതൽ അവർക്ക് ഷുഗർ ആയിരിക്കും കൂടുതലുള്ളത്. അവർക്ക് അത് കഴിക്കാൻ വേണ്ടിയിട്ട്, കുട്ടികൾ അത് കഴിക്കാൻ വേണ്ടി ഷുഗർ കണ്ടന്റ് കൂടുതലായിരിക്കും. അപ്പം അത് കുടിക്കുമ്പോൾ അതെന്നാന്ന് പറയുക, കാൽഷ്യം ലെവൽ ശരീരത്തിൽ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇത് കുറയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ബോൺ ഡെവലപ്മെന്റ് നടക്കത്തില്ല. ഇപ്പൊ നമ്മുടെ ആർത്തമിക പ്രസ്ഥാനത്തിൽ ഷുഗർ ഇതിൽ ചേർക്കുന്നില്ല. അപ്പൊ നമുക്ക് ഈ കാൽഷ്യം നഷ്ടപ്പെടുന്നില്ല, അത് ശരീരത്തിന് കറക്റ്റ് ആയിട്ട് അളവ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഡെവലപ്മെന്റ് നടക്കും. ഇപ്പൊ നമ്മൾ ന്യൂട്രിചാർജ് കിഡ്സ് നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് ഇത് എക്സ്പെരിമെന്റൽ ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഇത് കൊടുക്കുന്നതിന് മുമ്പ് ആ കൊച്ചിന് ഒരു ഭിത്തിയുടെ അവിടെ നിർത്തിയിട്ട് അതുങ്ങളുടെ ഹൈറ്റ് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് ഒരു 1-2 മാസം കഴിച്ച് അവർക്ക് ഈ ന്യൂട്രിചാർജ് കിഡ്സ് കൊടുത്തതിന് ശേഷം അവരുടെ ഹൈറ്റ് നമ്മൾ നോക്കുമ്പോൾ 1.5 ഇഞ്ച് അത് വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഹൈറ്റും വെയിറ്റും കുട്ടികളുടെ ഇൻക്രീസ് ചെയ്യും ന്യൂട്രിചാർജ് കിഡ്സ് കഴിക്കുമ്പോൾ. പിന്നെ ഇത് ഒരു ഇന്ത്യയിൽ ഫസ്റ്റ് ആയിട്ട് ഒരു യൂണീക്ക്
ഹെൽത്ത് ഡ്രിങ്ക് ആണ് കുട്ടികൾക്കുള്ളത്. ഇത് 49 വൈറ്റൽ ന്യൂട്രിയൻസ് ചേർന്ന് ഒരു ഫുഡ് ഹെൽത്ത് ഡ്രിങ്ക് ആണ്. നമ്മുടെ ടൈം ഇൻ ഇന്ത്യ ആണ് ഇങ്ങനത്തെ ഒരു ഹെൽത്ത് ഡ്രിങ്ക് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു, 10 ബൊട്ടാനിക്കൽസ് ആണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. നമുക്ക് മറ്റേ ഒരു പ്രോഡക്റ്റിലും മറ്റേ ഒരു പ്രോട്ടീൻ പൗഡറിലും ഇല്ലാത്ത ഒരു ഘടകമാണ് ഈ 10 ബൊട്ടാനിക്കൽസ്. അതിൽ ഓരോ ഘടകങ്ങളും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. കീഴാനെല്ലി എന്ന് പറഞ്ഞ ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇത് നമ്മുടെ ലിവറിനെ നല്ല പ്രോപ്പർ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ കുട്ടികൾക്ക്, വിശപ്പില്ലാത്ത കുട്ടികൾക്ക് ഇത് വിശപ്പ് കൂട്ടാൻ സഹായിക്കുന്നു. കീഴാനെല്ലി ഇങ്ങനത്തെ ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു ഇൻഗ്രീഡിയൻസ് ആണ്, ഒരു കണ്ടന്റ് ആണ് നമ്മുടെ ഡ്രൈ ഗ്രേപ്സ്. ഡ്രൈ ഗ്രേപ്സ് ഒന്ന് ഉണക്കമുന്തിരി, ചുമല ഉണക്കമുന്തിരി. ഈ ഉണക്കമുന്തിരി നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പനി, ജലദോഷം ഇതൊക്കെ മാറാൻ വേണ്ടി സഹായിക്കുന്നു. അത് മാറുന്നത്. പിന്നെ മൂന്നാമത്തെ ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഇരട്ടി മധുരം. ഇരട്ടി മധുരം അത് ഇമ്മ്യൂണിറ്റി പവർ, കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഘടകമാണ് ഇരട്ടി മധുരം. പിന്നെ ചിറ്റമൃത്. ചിറ്റമൃത് ഞാൻ പറഞ്ഞല്ലോ, IQ ലെവൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ചിറ്റമൃത്. പിന്നെ അഞ്ചാമത്തെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ അയമോദകം. അയമോദകം നമ്മൾ അറിയാമല്ലോ, നമ്മൾ ദഹനത്തിന്റെ പ്രശ്നമൊക്കെ ഉള്ളപ്പോൾ കുറച്ച് അയമോദം കഴിക്കുമ്പോൾ ആ ദഹന പ്രശ്നങ്ങളൊക്കെ മാറാൻ സഹായിക്കുന്നു. അതുപോലെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും അയമോദകം സഹായിക്കുന്നു. പിന്നെ അടുത്തൊരു ഇൻഗ്രീഡിയൻസ് ആണ്, ഇതിൻ്റെ അകത്ത് ഇഞ്ചി അടങ്ങിയിട്ടുണ്ട്. ഇഞ്ചി ദഹനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. പിന്നെ അതുപോലെ നമ്മൾ പനി, ജലദോഷമൊക്കെ വരുമ്പോൾ നമ്മൾ ചുക്ക് കഷായമൊക്കെ വെച്ച് കുടിക്കത്തില്ല, അതിപ്പോൾ അതിൽ ഇഞ്ചി, ചുക്ക്, ഇഞ്ചി ഉണങ്ങിയതാണല്ലോ ചുക്ക്. അപ്പം ആ ഘടകങ്ങൾ ഏറ്റവും നല്ലതാണ് കുട്ടികൾക്കും. ഇത് ഈ ഇൻഗ്രീഡിയൻസ് ഇഞ്ചി ഇത് നമ്മൾ ന്യൂട്രിചാർജ് കിഡ്സിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ തുളസിയുണ്ട്. തുളസി നമ്മൾ ഇത് ബ്രീതിങ് പ്രോബ്ലം ഉള്ളവർക്ക്, ആസ്മ ഒക്കെ ഉള്ളവർക്കും ശ്വാസം ഉള്ള ആൾക്കാർക്ക് തുളസി ഏറ്റവും നല്ലതാണ്. അത് ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ പെപ്പർ, കുരുമുളക് ഇത് ജലദോഷത്തിനും പിന്നെ മൂക്കൊലിപ്പ് ഒക്കെ ഉണ്ടാകുന്നത് അതൊക്കെ മാറാൻ സഹായിക്കുന്നു. പിന്നെ പനിക്കൂർക്ക, അതും ജലദോഷം, പനി, പിന്നെ കഫക്കെട്ടല്, പിന്നെ ഈ കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും മൂക്കടപ്പൊക്കെ ഉണ്ടാകുന്ന അതൊക്കെ മാറാൻ സഹായിക്കുന്നു പനിക്കൂർക്ക. അത് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ കറുവാപ്പട്ട നമുക്കറിയാം, അത് ബ്ലഡിൽ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു. ഇങ്ങനത്തെ 10 ഇത് ബൊട്ടാനിക്കൽസ് ആണ്, ആയുർവേദ കൂട്ടാണ് നമ്മുടെ ന്യൂട്രിചാർജ് കിഡ്സിൻ്റെ അകത്ത് ഉള്ളത്. നമ്മുടെ ആർസിം ഈ പ്രസ്ഥാനത്ത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ 10 ബൊട്ടാനിക്കൽസ് അടങ്ങിയ ഒരു ന്യൂട്രിചാർജ് കിഡ്സ് ഉള്ളത്. പിന്നെ നമ്മൾ ന്യൂട്രിചാർജ് കിഡ്സ് ഞാൻ പറഞ്ഞിരുന്ന 2 ടൈപ്പ് ആയിട്ടാണ് ഉള്ളത്. ഒന്ന് മാംഗോ ഫ്ലേവർ ഉണ്ട്, പിന്നെ കൊക്കോ ഫ്ലേവറുണ്ട്. ഈ മാംഗോ ഫ്ലേവറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഒരു അൽഫോൻസ മാങ്ങ എന്നുള്ള എടുത്തിരിക്കുന്നതാണ്. ഇത് ബീറ്റ കരോട്ടിൻ ഉണ്ട്. അത് കുട്ടികൾക്ക് കണ്ണിന്റെ കാഴ്ച വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഘടകമാണ് നമ്മുടെ ബീറ്റ കരോട്ടിൻ. അപ്പം അവരുടെ ഈ ചെറിയ കുട്ടികളൊക്കെ ചെറുപ്രായത്തിൽ തന്നെ കണ്ണടയൊക്കെ വെക്കുന്നതാണ്. അതൊക്കെ അവർക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ന്യൂട്രിചാർജിന്റെ മാംഗോ ഫ്ലേവറുള്ള ഇത് സപ്ലിമെന്റ് കിഡ്സ് മാംഗോ ഫ്ലേവറിലുള്ളത്. അത് നമ്മുടെ ഐസൈറ്റും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. പിന്നെ ഇതിന്റെ കൊക്കോ കൊക്കോ ഫ്ലേവറിലുള്ള നമ്മുടെ ന്യൂട്രിചാർജ് കിഡ്സ് കഴിക്കുമ്പം കൊക്കോയുടെ ഗുണം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് കൂടുതൽ സ്ട്രെയിൻ ഒക്കെ വരാതിരിക്കാനും സ്ട്രെസ് പിന്നെ ക്ഷീണമൊക്കെ മാറാൻ സഹായിക്കുന്നതാണ് നമ്മുടെ കൊക്കോ സഹായിക്കുന്നത്. ഇത് നമ്മുടെ പ്യുവർ ആയിട്ടുള്ള കൊക്കോയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഇത് ബെൽജിയത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന കൊക്കോ ആണ് ഇതിൽ ഈ പ്രോഡക്റ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രീ റാഡിക്കൽസ് ഇതിൻ്റെ അകത്ത് പ്രിവെന്റ് ചെയ്യുന്നു. ഇവിടെ കൊക്കോ പൗഡർ ആന്റി ഓക്സിഡൻസ് കൂടുതലുണ്ട്. അതുപോലെ ഈ നമ്മുടെ ന്യൂട്രിചാർജ് കിഡ്സ് ഇത് FSSAI, അതായത് ഫുഡ് സ്റ്റാൻഡേർഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ ഇത് സർട്ടിഫൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് 100% വെജിറ്റേറിയൻ ആണ്. അപ്പം ഇത് എല്ലാ കുട്ടികൾക്കും ഇത്
കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്ത് സപ്ലിമെന്റ് ആണ് ഇത്, ന്യൂട്രിചാർജ് കിഡ്സ്. ഇതിന്റെ ഇത് 2 ഫ്ലേവർ ആണ്, മാംഗോയും കൊക്കോ ഫ്ലേവറുമായിട്ടാണ് 2 ടൈപ്പ് ഉള്ളത്. ഇത് കഴിച്ചെങ്കിൽ ഉള്ള ഗുണങ്ങൾ ഇതൊക്കെയാണ്, ബെനിഫിറ്റ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ, ഇത് ഒന്നാമത്തെ ഇത് ക്ലിനിക്കലി പ്രൂവിന് ഉണ്ട്. പിന്നെ ഇത് ഹെൽത്ത് ഡ്രിങ്ക് ആണ്, യൂണിക് ഹെൽത്ത് ഡ്രിങ്ക് ആണ്. കുട്ടികൾക്ക് ചിലപ്പം ഭക്ഷണമൊക്കെ കഴിക്കാൻ രാവിലെ ഒന്ന് കഴിക്കാൻ ഭയങ്കര മടിയൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇത് ഓവറോൾ ഹെൽത്തിന് വേണ്ടിയിട്ട് ഉള്ള നല്ല ഹെൽത്ത് ഡ്രിങ്ക് ആണ് നമ്മുടെ ന്യൂട്രിചാർജ് കിഡ്സ്. ഇത് കഴിക്കുമ്പം ഉള്ള ഇത് നല്ല ഹെൽത്ത്, നമ്മുടെ വിശപ്പ് കൂട്ടാൻ കുട്ടികൾക്ക് നല്ല പ്രീബയോട്ടിക് ഒക്കെ എല്ലാ ബയോട്ടിക്സും ഉണ്ട്, പിന്നെ മിനറൽസും ഉണ്ട്, ഫൈബറും ഉണ്ട്. അപ്പൊ ഗട്ടിന്റെ ഹെൽത്ത്, ആമാശയത്തിന്റെ ഹെൽത്ത് കൂടാൻ സഹായിക്കുന്നു, ഇമ്മ്യൂണിറ്റി പവർ കൂടുതൽ വർദ്ധിക്കാൻ സഹായിക്കുന്നു. പിന്നെ അതുപോലെ സ്റ്റാമിനയും എല്ലാം അവർക്ക് ഓവറോൾ ഹെൽത്ത് അവർക്ക് നമ്മുടെ ന്യൂട്രിചാർജ് കിഡ്സിൽ അവർക്ക് കിട്ടും. ഇത് ആർക്ക് ഏത് പ്രായം തൊട്ട് കഴിക്കാമെന്ന് വെച്ചാൽ 2 വയസ്സ് തൊട്ട് 13 വയസ്സുള്ള കുട്ടികൾക്കാണ് ഇത് ഏറ്റവും നല്ലത്. അപ്പം അവർക്ക് ഇപ്പൊ 2 വയസ്സ് താഴെ തൊട്ട് കുട്ടികൾക്ക് കൊടുക്കാവോ എന്ന് ചോദിച്ചെങ്കിൽ, അവർക്ക് ഒരു 1.5 വയസ്സ് 2 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഒരു സ്കൂപ്പ് ഉണ്ട് ന്യൂട്രിചാർജ് കിഡ്സിന്റെ. ആ സ്കൂപ്പിന്റെ പകുതി വെച്ച് 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാം. പിന്നെ നമ്മുടെ ഇത് ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് ഉണ്ട്. ഇപ്പം ഈ ഒത്തിരി മരുന്ന് കഴിക്കുന്നവർക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ഡോക്ടറുടെ കൺസൾട്ട് വെച്ച് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഒരു ദിവസം എന്തോരം അളവ് എങ്ങനെ കഴിക്കണം എന്ന് വെച്ച് ചോദിച്ചെങ്കിൽ, ഒരു സ്കൂപ്പാണ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന. ആ ഒരു സ്കൂപ്പിന് ഒരു സ്കൂപ്പ് വെച്ചാൽ 10 grams ആണ്. ആ ഒരു സ്കൂപ്പിന് നമ്മൾ എടുക്കണം. പിന്നെ ഒരു ഗ്ലാസ് 200 മില്ലി മിൽക്ക്, അല്ലെങ്കിൽ ചൂടുവെള്ളം. ഇതിൻ്റെ അകത്ത് ഇത് രണ്ടിലേതെങ്കിലും എടുത്തിട്ട് ഒരു സ്കൂപ്പ് എടുത്ത് മിക്സ് ചെയ്തിട്ട് അതിന് ഒരു ഷേക്ക് ആയിട്ട് ഉണ്ടാക്കി അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. രാവിലെയും വൈകിട്ടും, മോർണിംഗ് ആൻഡ് ഈവനിങ് അവർക്ക് ഒരു ദിവസം 2 പ്രാവശ്യം അവർക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഇത് 13 വയസ്സുള്ള കുട്ടികൾക്ക് വരെ കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ഇത് പ്രായമായ ആൾക്കാർക്ക്, അതും ഈ ബ്രീതിങ് പ്രോബ്ലം ഒക്കെ ഉള്ള ആൾക്കാർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. എന്നുവെച്ചാൽ തുളസി, ഇത് കായമോദകം ഇതൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത്. അപ്പം അവർക്ക് ഇങ്ങനത്തെ ഘടകങ്ങളൊക്കെ ഇതിൽ അടങ്ങിയിരിക്കുന്ന കൊണ്ട് അവർക്ക് ഈ ബ്രീതിങ് പ്രോബ്ലം ഒക്കെ മാറാൻ സഹായിക്കുന്നു, ഇതിന്റെ ഉള്ള ഇൻകണ്ടൻസ് ഒക്കെ. അപ്പൊ അതുകൊണ്ട് ന്യൂട്രിചാർജ് കിഡ്സ് അവർക്കും കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ തന്നെ മമ്മിക്ക് ഇങ്ങനെ ആസ്മയുടെ ഇത് ഉണ്ട്. അപ്പം മമ്മി ഞങ്ങൾ ഇന്ന് ആർസിന് ചേർന്നിട്ട് ഇപ്പൊ 2 വർഷത്തോളമായി. അന്ന് മുതൽ മമ്മി ന്യൂട്രിചാർജ് കിഡ്സ് കഴിക്കുന്നുണ്ട്. മമ്മിക്ക് കഫക്കെട്ടിലൊക്കെ ഒത്തിരി മാറ്റമുണ്ട്. പണ്ട് പോയിക്കൊണ്ടിരുന്ന ആശുപത്രിയിൽ പോകേണ്ട അവസ്ഥയിലൊക്കെ ഇപ്പൊ ഒത്തിരി അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. നമ്മുടെ ന്യൂട്രിചാർജ് കിഡ്സ് അത്രയും നല്ല മഹത്തായ ഏറ്റവും നല്ല പ്രോഡക്റ്റ് ആണ്. നമ്മൾ വീട്ടിൽ ഞാൻ അനുഭവിച്ച ഒരു റിസൾട്ട് ആണിത്. അപ്പം അത് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഇത് ചില കുട്ടികൾക്ക് ഇത് കഴിക്കാൻ ചിലർക്ക് മടി വരും. ചുമ്മാ ഒരു പാലിൻ്റെ അകത്ത് കഴിച്ച ഒരു മധുരം ഇല്ലാത്ത കൊണ്ട് അവർക്ക് ഒരു മടി വരും. ചില കുട്ടികൾക്ക് അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഒരു സ്മൂത്തി ആയിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റും. അതായത് എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു 200 ml മിൽക്ക് അല്ലെങ്കിൽ വാട്ടർ എടുത്തിട്ട് അതിന്റെ കൂട്ടത്തിൽ ഒരു വാഴപ്പഴം, പിന്നെ നമ്മൾ ന്യൂട്രിചാർജിന്റെ ഇത് കിഡ്സ് അത് ഇട്ടിട്ട്, പിന്നെ കുറച്ച് ഷുഗർ ഇടാതിരിക്കുന്ന നല്ലത്. ഷുഗറിന് പകരം കുറച്ച് ഡേറ്റ്സ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഡേറ്റ്സ് അല്ലെങ്കിൽ പിന്നെ ശകലം ഷുഗർ ആവശ്യമാണെങ്കിൽ, അത്ര നിർബന്ധമാണെങ്കിൽ മാത്രം കുറച്ച് ഷുഗർ ആണെങ്കിൽ ചേർക്കാം. ഇതെല്ലാം കൂടി ഇത് മിക്സ് ചെയ്തിട്ട് ഒരു ഷേക്ക് ചെയ്യണം, ബ്ലെൻഡ് ചെയ്യണം. നല്ലപോലെ ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു സ്മൂത്തി ആക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ അവർക്ക് കൂടുതൽ പ്രിയകരമായിട്ട് ഇരിക്കും. അങ്ങനെ ഇങ്ങനെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുട്ടികൾ കൂടുതൽ പ്രിയത്തോടെ അവർ കഴിക്കുകയും ചെയ്യും. ഇപ്പൊ ഇത്രയും ഘടകങ്ങളാണ് നമ്മൾ ന്യൂട്രിചാർജ് കിഡ്സിന്റെ അകത്ത് ഞാൻ പറയാനുള്ളത്. അപ്പം ഇതെല്ലാരും ഇത് കഴിക്കുകയും ഇത് പ്രൊമോട്ട് ചെയ്യുവാണ് നമ്മുടെ TCG സാറ് പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ ഇതെല്ലാവരും നമ്മൾ കഴിക്കും. നമ്മൾ മെറ്റവർക്ക് നമ്മുടെ പ്രസ്ഥാനത്തിലൂടെ നമുക്ക് മെറ്റവർക്ക് ഒരു സർവീസ് ആയിട്ട് നമുക്കിത് മെറ്റവർക്ക് കൊടുത്ത് എല്ലാവരെയും ഒരു ഹെൽത്തി ആയിട്ട് ആക്കാൻ നമുക്ക് സഹായിക്കാം. നമുക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാം. ഇത്രയൊക്കെയാണ് എനിക്കിത് പറയാനുള്ളത്. അപ്പൊ എല്ലാവർക്കും ഈ സെഷൻ കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സെഷൻ ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. JRC.